ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി റിപ്പബ്ലിക് ഡേ. റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് ദേശീയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടു. സഖാവ് അന്തരിച്ച VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ, മമ്മൂട്ടിക്ക് പത്മഭൂഷൺ. ഇക്കാര്യത്തിൽ ഏവരെയും അത്ഭുതപ്പെടുന്ന വേറെ സംഭവമുണ്ട്. ശ്രീ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ. എന്ത് മാനദണ്ഡത്തിന്റെ പേരിലാണ് അദ്ദേഹത്തിന് ആ അവാർഡ് നൽകിയത് എന്ന് സാമാന്യ ബോധമുള്ള ആരും ചിന്തിക്കും. എന്നാൽ VS അച്യുതാനന്ദൻ തീർച്ചയായും നമ്മൾ ആദരിക്കേണ്ട വ്യക്തിത്വം തന്നെയാണ്. ഒരു നൂറ്റാണ്ടുകാലം ജീവിച്ചു, സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുത്തു. കറകളറിഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ. ഒരുപക്ഷെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരിൽ അവസാനത്തതായിരിക്കണം അദ്ദേഹം. കാരണം നയങ്ങളിൽ വിട്ടുവീഴ്ചയില്ല, യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അത് അഴിമതിയുടെ കാര്യത്തിലാണെങ്കിലും മറ്റേത് കാര്യത്തിലാണെങ്കിലും അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു, ഈ പെണ്ണുപിടിയന്മാരെയെല്ലാം അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് ജയിലിൽ കൊണ്ട് അടയ്ക്കണം. പക്ഷേ അങ്ങനെ പറയാനൊരു നേതാവ് ഇപ്പോൾ നിലവിലുണ്ടോ? ഇല്ല, എല്ലാം വിട്ടുവീഴ്ചയാണ്. പ്രായോഗിക രാഷ്ട്രീയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇടതുപക്ഷവും വലതുപക്ഷവും ഒരു വ്യത്യാസവുമില്ല. TP ചന്ദ്രശേഖരന്റെ വിധവയെ അദ്ദേഹം സന്ദർശിക്കാൻ പോയി. പാർട്ടിയുടെ വിലക്ക് ഉണ്ടായിരുന്നിട്ട് പോലും യാതൊന്നിനും അദ്ദേഹത്തെ തടയാനാകുമായിരുന്നില്ല. അങ്ങനെയുള്ള അപൂർവ വ്യക്തിത്വമായിരുന്നു ശ്രീ VS അച്യുതാനന്ദൻ. തീർച്ചയായും അദ്ദേഹം അർഹിക്കുക തന്നെ ചെയ്യുന്നു. രണ്ടാമത് മമ്മൂട്ടി. എല്ലാ മലയാളിയുടെയും സ്വകാര്യ അഹങ്കാരമാണ് ശ്രീ മോഹൻലാലും മമ്മൂട്ടിയും. സൂപ്പർ ആക്ടേഴ്സ് മാത്രമല്ല, അവർ നല്ല മനുഷ്യരുമാണ്. എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. തീർച്ചയായും ഹാറ്റ്സ് ഓഫ് എന്നല്ലാതെ എന്തു പറയാൻ. ആ ഗ്രൂപ്പിലെ കോമഡി എന്ന് പറയുന്നതാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ. പക്ഷെ നമ്മൾ ഓർക്കണം, BJPക്ക് വേണ്ടപ്പെട്ടയാള് BDJS സ്ഥാപിച്ച അദ്ദേഹമാണ്. ഇടതുപക്ഷത്തിന് വേണ്ടപ്പെട്ടയാള് മുഖ്യമന്ത്രി പോക്കറ്റില്ല. നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് BJPയുടെ ലൈനിലാണ് ഇപ്പൊ സംസാരിക്കുന്നത്. പ്രധാന ശത്രു എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുക. അതിനെ BJP ചെയ്യുന്നത് ഇവിടെയല്ല, ഇവിടെ നടക്കുകയല്ല, മറ്റു പല വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലും. അങ്ങനെ ധ്രുവീകരണം ഉണ്ടാക്കുക, അധികാരം നേടുക. അതാണ് BJPയുടെ തന്ത്രം എന്ന് പറയുന്നത്. അതേ തന്ത്രമാണ് BJP കേരളത്തിൽ പയറ്റാൻ ശ്രമിക്കുന്നത്. അതാണ് നമ്മുടെ വെള്ളാപ്പള്ളി പറഞ്ഞത്, നമ്പൂരി മുതൽ നസ്രാണി വരെ മതി, മുസ്ലിമൊന്നും വേണ്ട, അവരെ ഒറ്റപ്പെടുക. അങ്ങനെ എല്ലാം കൂടെ ധ്രുവീകരണത്തിന്റെ വക്താവായ ഈ നടേശൻ മുതലാളിക്ക് ഇത്രയും വലിയൊരു അവാർഡ് കൊടുത്തത് നീതിയുക്തമാണോ എന്ന് തീർച്ചയായും ഞാൻ സംശയിക്കുന്നു. ഭാഗ്യവാൻ ഇരിക്കട്ടെ, തൊപ്പിയിൽ തൂവൽ കൂടി, അത്ര തന്നെ. അതിലെല്ലാം ഉപരി ഈ അവാർഡുകളെല്ലാം നൽകപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രീയമായ കാരണങ്ങളുടെ പേരിലല്ലേ എന്ന് സംശയം തോന്നിയെടുത്തിട്ട് പറയാൻ പറ്റുമോ? 5 പത്മഭൂഷൺ അവാർഡ് നൽകപ്പെട്ടതിൽ 3 കേരളത്തിലാണ്. കാരണം കേരളത്തിൽ ഇലക്ഷൻ വരുന്നു, അവിടെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ഇടതുപക്ഷവും BJPയും സംയുക്തമായി ശ്രമിക്കുന്നു. അവർ തമ്മിൽ അന്തർധാരയും വളരെ ശക്തമാണ്. അവർക്ക് വേണ്ടപ്പെട്ടവർക്കല്ലേ ഈ അവാർഡ് നൽകപ്പെടുന്നതെന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? എന്താണെങ്കിലും അവാർഡ് ലഭിച്ചവർക്കൊക്കെ അഭിനന്ദനങ്ങൾ. താങ്ക് യു.